السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وقال المثلم بن رياح ابن ظالم المجي. മുസല്ലിം എന്ന ഷാഇർ ഒരു ജാഹിലി ഷാഇറാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ചുരുക്കം ചില വരികൾ. അദ്ദേഹം പറയുന്നു: മൻ മുബ്ലിഗുൻ അന്നി സിനാനൻ റിസാലതൻ വശിജ്നത അൻ ഖൂമ ഖുദൽ ഹഖ ഔദഅ سأكفيك جنبي وضعه وبساده وأغضب إن لم تعت بالحق أسجعا تصيح الردينيات فينا وفيهم تصيح الردينيات فينا وفيهم صياها بنات الماء أصبحن جوعا لففنا البيوت بالبيوت فأصبحوا بني عمنا من يرميهم يرمنا معا. ഇവിടെ ഷായർ പറയുന്നത്, മൻ മുബ്ലിഗുൻ അന്നി, ആരാണ് എത്തിച്ചു കൊടുക്കുക എന്നെ തൊട്ട്. ആർക്ക്? സിനാനൻ, സിനാനും വശിജ്നത, ഷിജ്നത്ത് എന്ന റജുലിനും. രണ്ടാളെ ഉദ്ധരിച്ചു പറയാണ്. ഷിനാന്, ഷിജ്നത്ത് എന്ന രണ്ട് വ്യക്തികൾക്ക് റിസാലത്ത്, സന്ദേശം, കത്ത്, സന്ദേശം ആരാണ് എത്തിച്ചു കൊടുക്കുക എന്നിൽ നിന്ന്. എന്താണത്? അൻഖൂമ ഖുദൽ ഹഖ ഔദഅ. അൻഖൂമ എന്നുള്ളതാണ് സന്ദേശം. ഇവിടെ ഫിഅലുൽ ഖിയാം, എണീറ്റ് നിൽക്കുക എന്ന ഖൂമ അല്ല. ഇവിടെ നിർവഹിക്കുക എന്നർത്ഥം. അൻഖൂമ, നിർവഹിക്കുക. ഖുദൽ ഹഖ ഔദഅ, എന്താണത്? ഹഖ് എടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. ഇതൊരു ഭീതിപ്പെടുത്തലും ഒരു ഭയപ്പെടുത്തലും ഒരു മോശമായ പെരുമാറ്റം, ഒരു ഇസ്തിഹാനത്തൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അദ്ദേഹം പറയാണ്, എന്ത്? നിങ്ങൾക്ക് കഴിയും എങ്കിൽ നിങ്ങൾ വാദിക്കുന്ന അവകാശം നിങ്ങൾക്ക് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയൂലായെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാം എന്ന ഒരു ഭീതിപ്പെടുത്തലാണ്, ഒരു പേടിപ്പിക്കലാണ്. അഥവാ രണ്ടാളെ ഉദ്ധരിച്ചു പറഞ്ഞല്ലോ, സിനാനും ഷിജ്നത്തും. അവര് എന്തോ അവകാശം ഷാഇറിൽ നിന്ന് കിട്ടാറുണ്ട് എന്ന് വാദിക്കുമ്പോ അതിന് പറയാണ്, നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് അടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നു, സഅക്ഫീക ജംബി വദഅഹു വവിസാദഹു വഅഗ്ളബ ഇല്ലം തുഅതി ബിൽ ഹഖ് അസ്ജഅ. അക്ഫീക ജംബി വവദഅഹു വവിസാദഹു എന്നൊക്കെ പറഞ്ഞാൽ അക്ഫീക മാ യമുസ്സുനി വയഖുസ്സുനി എന്നാണ്. ഞാനുമായി ബന്ധപ്പെട്ട, ഞാനുമായി പ്രത്യേകം ഉള്ള വിഷയങ്ങളൊക്കെ നിനക്ക് ഞാൻ മതിയാക്കി തരാം. അഥവാ ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാവുന്ന വിഷയത്തിൽ നിന്നെ ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല. ഇവിടെ എന്റെ ഭാഗത്തെയും എന്റെ വിസാദിനെയൊക്കെ നിനക്ക് ഞാൻ ഒഴിവാക്കി തന്നു, മതിയാക്കി തന്നു എന്ന് പറഞ്ഞത് സാധാരണ പറയാറുണ്ടല്ലോ. പിന്നെ ഉമ്മുൻ ഫർശത് ഫഅനാമത്, ഉമ്മ എനിക്ക് വിരിപ്പ് വിരിച്ചു തന്നു, ഉറക്കിത്തന്നു എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുത്തു എന്നാ. അതല്ലാതെ വിരിച്ചു തന്നു, എന്നെ ഉറക്കി എന്നൊക്കെ പറയുമ്പോൾ ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു തന്നു എന്നതിലേക്ക് സൂചന. എന്ന പോലെ ഇവിടെ എന്റെ ജമ്പ്, പിന്നെ എന്റെ ഭാഗത്തെയും
എന്റെ വിസാദ്, തലയണ, അതൊക്കെ ഞാൻ നിനക്ക് മതിയാക്കി തരുന്നു എന്ന് വെച്ചാൽ ഞാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം. നീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ നിന്നെ കീർത്തിക്കുകയോ ബുദ്ധിമുട്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ ഇബ്നു അമ്മാവുന്ന അസ്ജ, അവനിക്ക് ഇഷ്ടമില്ലാത്ത, അവനിക്ക് മോശമാവുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് അവനെ ആക്രമിക്കുകയോ അവനോട് ശത്രുത വെക്കുകയോ ചെയ്താൽ അതിനെതിരിൽ ഞാൻ നിന്നോടും ശത്രുത വെക്കും, ധീരമായി നിന്നോട് പൊരുതുകയും ചെയ്യും. അതാണ് ഷായർ പറഞ്ഞത്, അഗ്ളബ ഇല്ലം തുഅതി ബിൽ ഹഖ് അസ്ജഅ. അസ്ജഅന് കിട്ടേണ്ട അവകാശങ്ങൾ നൽകിയില്ലെങ്കിൽ, അവനോട് ശത്രുത വെക്കുകയാണെങ്കിൽ, അവന്റെ അവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് മോശമായി പെരുമാറും, ധീരമായി നിന്നോട് നേരിടുക തന്നെ ചെയ്യും. ഇവിടെ നേരത്തെ സിനാന്, അതേപോലെ തന്നെ ഷിജ്നത്ത്, രണ്ട് വ്യക്തികളെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടിൽ നിന്ന് ഒരാളോടാണ് സഅക്ഫീക എന്ന് പറയുന്നത്. രണ്ടാളോട് ഉദ്ദേശമുണ്ട്, പക്ഷേ അത് പ്രത്യേകം ഗൗനിക്കാതെ രണ്ടാളും എനിക്കൊരു വിഷയമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയും ഒക്കെയാണ് ഒരാളെ എടുത്തുദ്ധരിക്കുന്നത് സഅക്ഫീക എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ഒരു മോശമായിട്ട് ചെയ്താൽ നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യും, പോരിന് വരും, പോരാട്ടത്തിന് വരും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, തസീഹുർ റുദൈനിയാതു ഫീന വഫീഹിം സിയാഹ ബനാത്തിൽ മായി അസ്ബഹന ജുവആ. ആ പോരാട്ടത്തിന് വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ ഒരു ഉണ്ടായേക്കാവുന്ന, നിർബന്ധമായി വന്നേക്കാവുന്ന ഒരു വിഷയം അദ്ദേഹം പറയാണ്, തസീഹുർ റുദൈനിയാത്ത് ഫീന വഫീഹിം. റുദൈനിയാത്ത് ശബ്ദിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട് നമ്മളിലും അവരിലും. അഥവാ ഒരു യുദ്ധമുഖത്തെ കണ്ണിൽ കണ്ടുകൊണ്ട് ഘോരമായിരിക്കുന്ന യുദ്ധം ചെയ്ത് വാളുകൾ തമ്മിൽ അടിക്കുമ്പോൾ, വെട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തെ ഒരു തരം ജീവി ശബ്ദിക്കുന്നതിനോട് ഉപമിച്ചിട്ട് പറയാണ് തസീഹുർ റുദൈനിയാത്ത്. റുദൈനിയാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവി, ലഫ്ദ തവള പോലത്തെ, ലഫാദി തവളകൾ പോലത്തെ ഒരു ജീവി ആണ് എന്ന് പറയുന്നുണ്ട്. റുദൈനിയാത്ത് കൊണ്ട് നേരെ അർത്ഥം വരുന്നത് ശരിക്കും റിമാഹ്, കുന്തങ്ങൾ എന്നാണ്. കുന്തങ്ങൾ തമ്മിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദം. അപ്പോ യുദ്ധത്തില് വളരെ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങളെ അദ്ദേഹം പറയാം. കാരണം അതിന്റെ രണ്ടാമത്തെ മിസ്റായില് ബനാത്തുൽ മാ എന്ന് പറയുന്നുണ്ട്. അതാണ് ശരിക്കും ലഫാദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിലെന്തോ ജീവികൾ എന്ന പദം ബനാത്തുൽ മാ ആണ്. റുദൈനിയാത്ത് എന്ന് പറഞ്ഞാൽ റിമാഹ്, കുന്തങ്ങൾ എന്നാണ്. ഒരു റദീനത്ത്, ഒരു സ്ത്രീയിലേക്ക് നിസ്ബയാണ്. കുന്തങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പെണ്ണിലേക്ക് നിസ്ബയാണെന്ന്, അവളെ പേരാണ് റദീന. അതിലേക്ക് നിസ്ബ ചെയ്തിട്ട് പറയാണ് റുദൈനിയാത്ത്. ധാരാളം ചെറിയ ചെറിയ കുന്തങ്ങൾ എന്നർത്ഥം. അഥവാ ഉപയോഗിക്കാൻ സൗകര്യമുള്ള, വലിയ കുന്തങ്ങളാവുമ്പോൾ ഉപയോഗിക്കാൻ അസൗകര്യമാവും. അതുകൊണ്ട് ഉപയോഗിക്കാൻ സൗകര്യമുള്ള, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കുന്തങ്ങൾ, റുദൈനി കുന്തങ്ങൾ എന്നാണ്. മുത്തനബിന്റെ മറ്റൊരു ബൈത്തില് തിവാലു റുദൈനിയാത്തി യഖ്സിഫുഹാ ദമി വബീദു ശുറൈജിയാത്തി യഖ്തഉഹാ ലഹ്മി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഷായർ പറയാണ്, ഞങ്ങളിൽ കുന്തങ്ങൾ ശബ്ദിക്കുന്നുണ്ട്, അഥവാ അവര് യുദ്ധത്തെ സ്വപ്നം കാണുന്നുണ്ട്. ഘോരമായ പോരാട്ടം നടക്കാനുള്ള സാധ്യത 100%
പിന്നെ ഏറ്റെടുത്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് തസ്ബീഹുർ റുദൈനിയാത്തു. ഏതുപോലെ സിയാഹ ബനാത്തിൽ മായി അസ്ബഹന ജുവാ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ബനാത്തുൽ മാ, വെള്ളത്തിലെ ജീവികൾ, തവള പോലത്തെ. അറബി പ്രയോഗങ്ങളിലൊക്കെ സാധാരണ അബ്, ഉമ്മ്, ബിൻത്ത് ഒക്കെ കൂട്ടിയിട്ടാണ് പറയാ. ഇപ്പോ സാധാരണ കഴിഞ്ഞ ബിത്തുകളൊക്കെ വന്നതാ. അബൂ ഹബ്ബ എന്ന് പറയും. ഒരു പീസ് അല്ലെങ്കിൽ ഒരു വസ്തുവിനെടുത്തിട്ട് അബു റിയാൽ, ഒരു റിയാലിൻ്റെതാണെന്നുള്ളതിന് അബു കൂട്ടി കൊടുക്കും. അതേപോലെ തന്നെ ഉമ്മ് കൂട്ടി പറയും, ബിൻത്ത് കൂട്ടി പറയും. അപ്പൊ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതോടുകൂടെ ചേർത്ത് പറയുന്നതിനൊക്കെ അങ്ങനെ സാധാരണ പറയാനുള്ള പതിവാണ്. അതനുസരിച്ച് ബനാത്തുൽ മാ, വെള്ളത്തിലെ ജീവികൾ ശബ്ദിക്കുന്നത് പോലെ അത് ലഫ്ദ ആണ് എന്ന് പറഞ്ഞ ശാരികളുണ്ട്. അപ്പൊ അസ്ബഹന ജുവാ, അവര് വിശന്നിട്ട് ശക്തമായ രീതിയിലുള്ള സിയാഹ്, കരച്ചില്, കരയും പോലെ എന്ത് ചെയ്യുന്നുണ്ട്? കുന്തങ്ങള് നമ്മളിലും അവരിലും അട്ടഹസിക്കുന്നുണ്ട്. ലഫഫ്നൽ ബുയൂത ബിൽ ബുയൂതി ഫഅസ്ബഹു ബനി അമ്മിന മൻ യർമിന മആ. അങ്ങനെ ഇവർക്ക് ശത്രുപക്ഷത്തിനൊരു താക്കീത് കൊടുക്കുക. ലഫഫ്നൽ ബുയൂത ബിൽ ബുയൂത്തീൻ, വീടുകൾ, ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ വീടുകൾ മുഴുവനും ഇങ്ങനെ ഓരോ വീടും മറ്റൊരു വീടുമായുള്ള തഅല്ലുഖ്, അതാണ് ലഫഫ്ന. ഞങ്ങള് ഖാലിത്തായി, ഞങ്ങൾ കൂടിക്കലർന്നിട്ടുണ്ട് വീടുകൾ മറ്റൊരു വീടുകൾ കൊണ്ട്. അങ്ങനെ ഫഅസ്ബഹു, അങ്ങനെ അവരായി. ആരോടാ പറഞ്ഞ? ബനി അമ്മിന, യാ ബനി അമ്മിന എന്നാണ്. ബനു അമ്മിനോട് പറയാം. അങ്ങനെ ആയി. മൈ യർമിന മആ, ആരെങ്കിലും അവരിൽ നിന്ന് ഏതെങ്കിലും ഒരാള് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളുകൂടെ ആക്രമിക്കപ്പെടും. ഇസ്തഅനഫ്നാ ഹാലതൻ ജാമിഅതൻ ലനാ വലിഅശീറതിനാ ഫസ്തബ്ദൽനാ ബിത്തബായുനി ഇജ്തിമാഅ വബിത്തസായുലി ഇഖ്തിലാത വബിത്തനാഫുരി തഅന്നുസ വബിത്തശാരുജി തഅല്ലുഫ ഹത്താ സിർനാ യദൻ വാഹിദതൻ അലൽ മുനാബിദീൻ വലിസാനൻ വാഹിദൻ അൽ മുഖാലിഫീൻ ഫമൻ റമാ വാഹിദൻ അൽ മുഖാലിഫീൻ ഫമൻ റമാ വാഹിദൻ മിന്ന ഫഖദ് റുമിയ ജമീഉന. അതാണ് അതിന്റെ സാരം. അഥവാ ഞങ്ങള് പരസ്പരം കുടുംബങ്ങൾ മുഴുവനും കൈകോർത്ത് വീടുകൾ മറ്റു വീടുകളുമായി ഇടകലർന്ന് കൂടിക്കലർന്ന് ഒരു ശൃംഖല, ഒരു ചെയിന്, ഒരു കണ്ണി പോലെ ആയിട്ടുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും ഒരാള് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ നമ്മളും ആക്രമിക്കപ്പെടും. അവിടെ പിന്നെ മൻ യർമിന മആന്നുണ്ട്, മൻ യർമിഹിം യർമിന മആ, അങ്ങനെയും റിവായത്തുണ്ട്. അർത്ഥം ചുരുക്കത്തില് നമ്മൾ ഒരുപോലെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരാക്രമിക്കുമ്പോൾ നമ്മൾ ആക്രമിക്കപ്പെടും, നമ്മൾ ആക്രമിക്കുമ്പോൾ അവരും ആക്രമിക്കപ്പെടും. അഥവാ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾക്ക് ഒരു പോറലേറ്റാൽ അവിടെ നോക്കി നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങളും യുദ്ധത്തിന് വരും. അത് അവരെ ചെയ്താൽ ഞങ്ങൾ വരും, ഞങ്ങളെ ചെയ്താൽ അവർ വരും. ആ രീതിയിലുള്ള ഒരു വലിയ ശൃംഖല, ഒരു വലിയ കുടുംബം ആണ് ഞങ്ങള്. അത് അടുത്തുള്ള കുടുംബക്കാര്, വിദൂരമുള്ള കുടുംബക്കാര് എന്നൊരു വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ പറയാനുള്ള പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പിന്നെ പോരാട്ടം ഉണ്ടാക്കുന്നവരാണ് നേരത്തെ ജാഹിലിയ കാലത്തെ കാട്ടറബികൾ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ട് വ്യത്യാസമായിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ഇവിടെ അടുത്ത കുടുംബക്കാര്, വിദൂരത്തുള്ള കുടുംബക്കാര് എന്ന വ്യത്യാസമൊന്നുമില്ല. ആർക്ക് പറ്റിയാലും പോരിന് ഞങ്ങൾ ഇറങ്ങും.
എന്ന ഒരു താക്കീത് സ്വരത്തിലാണ് ഇദ്ദേഹം ഷായർ മുസല്ലജ് എന്ന ഷായർ പറയുന്നത്. മുസല്ലജല്ല, മുസല്ലം ഇബ്നു റിയാഹ് ഇബ്നു ളാലിം അൽ-മുദ്രി, അതാണ് ഷായറിന്റെ പേര്. ജാഹിലിയ ഷായറാണ്. അദ്ദേഹത്തിന്റെ ഒരു ജാഹിലി സ്വഭാവമാണല്ലോ ബൈത്തിൽ മുഴുവൻ കാണിക്കുന്നത്. ഒരു ധിക്കാരവും അതുപോലെ തന്നെ ഒരു നല്ല സമീപനം അല്ല അദ്ദേഹം. ഒരു ധിക്കാരത്തിന്റെ സ്വരവും ഒരു അതിരുവിട്ട ഒരു വെല്ലുവിളിയും ഒക്കെ. ഇത് ജാഹിലി ഷായറുകളുടെ മൊത്തം അവകാശമാണ്. പൊതുവെ യുദ്ധപ്രിയരാണെങ്കിലും ജാഹിലി ഷായറുകൾക്ക്, ജാഹിലി കാലഘട്ടത്തിലെ യോദ്ധാക്കൾക്കൊക്കെ ഉള്ള അവർക്ക് വകവെച്ചു കൊടുക്കേണ്ട ഒരു അവകാശമാണ് ഇത്തരം രീതിയിലുള്ള വെല്ലുവിളികൾ. അപ്പൊ അത് എടുത്തു കാണിക്കുകയാണ് മുസല്ലം ഇബ്നു റിയാഹ് അദ്ദേഹത്തിന്റെ കുറഞ്ഞ വരികളിലൂടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.